الحمد لله وحده والصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب എന്ന കിതാബ് സ്വലാത്തിലെ അടുത്ത ബാബ് الترغيب في الإمامة مع الإتمام والإحسان والترهيب منها عند عدمهما. ഇമാമത്ത് നിൽക്കുമ്പോൾ അഥവാ നിസ്കാരത്തിന് ഇമാമായി നിൽക്കുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ പരിപൂർണതയോടുകൂടി നിർവഹിക്കുന്നതിനോടുള്ള പ്രോത്സാഹനവും അതുപോലെ ആ പരിപൂർണതകളെല്ലാം ആ ഇഹ്സാനെല്ലാം ഒഴിവാക്കുന്നതിൻ്റെ ഗൗരവമാണ്. നമുക്കറിയാം, ജമാഅത്തായി നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഇമാമുണ്ടാവും, പിന്നിൽ മഅ്മൂമീങ്ങളുണ്ടാവും. അപ്പോൾ ഇമാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ബാബിൽ പറയുന്നത്. ഇമാമ് നിൽക്കുന്ന ആൾ നിസ്കരിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ആ നിസ്കാരം ശരിക്കും പഠിച്ചിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് മാതൃക കാണിച്ചത്, എന്തൊക്കെയാണ് അതിലെ സുന്നത്തുകൾ, അതിൻ്റെ പരിപൂർണത എങ്ങനെയാണ്, അതിൻ്റെ കൃത്യത എങ്ങനെയാണ് എന്നെല്ലാം അങ്ങനെയാണ് ഒരു ഇമാം നിസ്കരിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. عن أبي علي المصري رحمه الله قال: سافرنا مع عقبة بن عامر الجهني رضي الله عنه فحضرتنا الصلاة. അബൂ അലി അൽ മിസ്രി റഹിമഹുല്ലാ, അദ്ദേഹം താബിഈയായിരിക്കണം, അദ്ദേഹം പറയാണ്, ഒരിക്കൽ ഞങ്ങൾ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠനായ സഹാബിയാണ്, അദ്ദേഹത്തിനോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. അതിന് നിസ്കാരത്തിന്റെ സമയമായി. ഫഅറദ്നാ അൻ യതഖദ്ദമനാ, അപ്പോ ബാക്കിയുള്ള ആളുകളെല്ലാം അവരാഗ്രഹിച്ചു ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഇമാമായി നിന്ന് നിസ്കരിക്കണം. കാരണം സഹാബിയാണ്, അതുകൊണ്ട് ആ ഫضലുള്ളത് കൊണ്ട് നിസ്കരിക്കണം. فقال إني سمعت رسول الله صلى الله عليه وسلم يقول, അങ്ങനെ ഇമാമായി നിന്ന് നിസ്കരിക്കാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്, മൻ അമ്മ ഖൗമൻ, ആരാണോ ഒരു സമൂഹത്തിന് ഇമാമായി നിന്ന് നിസ്കരിക്കുന്നത്, ഫഇൻ അതമ്മ ഫലഹു തമാം വലഹു മുത്തമാം, അവൻ ഏറ്റവും പരിപൂർണമായ രീതിയിൽ സുന്നത്തെല്ലാം പൂർത്തീകരിച്ച് അതിന്റെ കൃത്യതയോടുകൂടി ആ നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അവന് ആ പരിപൂർണതയുണ്ട് പ്രതിഫലത്തിൽ. അതുപോലെ തന്നെ മഅ്മൂമീങ്ങൾക്കും അതുണ്ട്. കാരണം ഇമാം നിസ്കരിക്കുന്ന അനുസരിച്ചിട്ടാണ് മഅ്മൂമീങ്ങൾ നിസ്കരിക്കുക. വഇല്ലം യുതിമ്മ ഫലഹു മുത്തമാം വഅലൈഹി അൽ ഇസ്മ, ഇനി ആ നിസ്കാരത്തിൽ എന്തെങ്കിലും വീഴ്ചയോ കുറവോ എല്ലാം ഇമാം വരുത്തുകയാണ് എങ്കിൽ, അഥവാ ആ പരിപൂർണതയിൽ കുറവ് വരുത്തുകയാണ് എങ്കിൽ ആ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പാപമുണ്ടാകും. എന്നാൽ മഅ്മൂമീങ്ങളെ സംബന്ധിച്ചോളം അതിന്റെ പരിപൂർണത ഉണ്ടാകും. അത് പല വിഷയത്തിലുണ്ട്. മനസ്സിലാക്കാൻ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വിശദീകരണത്തിലുള്ള മക്കൾ പറഞ്ഞപ്പോൾ ഇമാമായി നിസ്കരിക്കുന്ന ആൾ വുളു ഇല്ലാതെയാണ് നിസ്കരിക്കുന്നത്. ഒന്നെങ്കിൽ മറന്നുപോയിട്ടോ അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഇടയിൽ വുളു പോയി എന്നിട്ടും അത് പൂർത്തീകരിച്ചു, അല്ലെങ്കിൽ വുളു ഇല്ലാതെ നിസ്കരിച്ചു. മഅ്മൂമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, എല്ലാവരും കൃത്യമായി വുളു എടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം അങ്ങനെ നഷ്ടപ്പെട്ടത് ഇമാമിന് മാത്രമായിരിക്കും. മഅ്മൂമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ നിസ്കാരത്തിന്റെ പരിപൂർണത അവർക്കുണ്ടാകും. അതുപോലെ തന്നെ ഏത് വിഷയത്തിലും അങ്ങനെയാണ്. മറ്റൊരു ഇതിന്റെ വേറെ റിവായത്തിൽ, മൻ അമ്മന്നാസ ഫഅസാബൽ വഖ്ത വഅതമ്മ അസ്സലാ ഫലഹു വലഹും, ഒരാൾ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുകയും അതിന്റെ കൃത്യസമയത്ത് ആ പൂർണ്ണതയോട് നിസ്കരിച്ചാൽ അവനും അവർക്കും ആ പ്രതിഫലം ഉണ്ടാകും. വമൻ ഇൻതഖസ മിൻ ദാലിക ശൈഅൻ ഫഅലൈഹി വലാ അലൈഹിം, അതിൽ ഇമാമിന് എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇമാമിന്റെ മേലെയാണ് കുറ്റം, മഅ്മൂമീങ്ങളുടെ മേലെ ഇല്ല എന്നുള്ളത്. ഇമാം യഥാർത്ഥത്തിൽ മുമ്പ് നമ്മൾ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, മഅ്മൂമീങ്ങളുടെ നിസ്കാരത്തിന്റെ കൂടിയും ളാമിനാണ്, ജാമ്യക്കാരനാണ്. അവരുടെ നിസ്കാരത്തിന്റെ കാര്യം കൂടിയും ഇവൻ ഏറ്റെടുത്തിട്ടുള്ളതാണ്. ഇമാമായി നിസ്കരിക്കുന്ന ആൾക്ക് ഇമാം എന്ന പ്രതിഫലമുണ്ട്, നിസ്കരിച്ച നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ പ്രതിഫലമുണ്ട്, അതുപോലെ ആളുകൾക്ക് ഇഹ്സാൻ ചെയ്ത, ഇമാമായി നിന്നുകൊണ്ട് ഇഹ്സാൻ ചെയ്ത പ്രതിഫലവുമുണ്ട്. അപ്പോൾ മഅ്മൂമികളുടെ നിസ്കാരത്തിന്റെ ളാമിനു കൂടിയാണ് ഇമാം എന്ന് പറയുന്നത്. മറ്റൊരു ഹദീസിൽ ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്, വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യുസല്ലൂന ലക്കും ഫഇൻ അസാബു ഫലക്കും വഇൻ അഖ്തഉ ഫലക്കും വഅലൈഹിം
നിങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കുന്ന ഇമാമിങ്ങൾ അത് ഏറ്റവും ശരിയായ രൂപത്തിലാണെങ്കിൽ അത് നിങ്ങൾക്കും അതിന്റെ പ്രതിഫലം ഉണ്ടാകും. എന്നാൽ അവർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മേലെയാണ് കുറ്റമുണ്ടാവുക. ഇതേ ആശയത്തിലെ മറ്റൊരു ഹദീസ് സയഅതി ഔ സയകൂനു അഖ്വാമുൻ യുസല്ലൂന അസ്സലാ ഫഇൻ അതമ്മു ഫലക്കും വലഹും വഇൻ ഇൻതഖസു ഫഅലൈഹിം വലക്കും. അഥവാ ഇപ്പൊ നേരത്തെ പറഞ്ഞ അർത്ഥം തന്നെ, ഇമാമിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ മേലെയാണ് കുറ്റം, മഅ്മൂമികളുടെ മേലെയല്ല എന്നുള്ളത്. അടുത്ത ബാബ് അത്തർഹീബു മിൻ ഇമാമത്തി റജുലിൽ ഖൗം വഹും ലഹു കാരിഹൂൻ. ഒരു സമൂഹത്തിന് ഒരാൾ ഇമാമ് നിൽക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല, അവർക്ക് വെറുപ്പാണ്, എന്തെങ്കിലും ഇഷ്ടക്കേടുകളുണ്ട്, എന്നിട്ടും ഒരാൾ ഇമാം നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വൻ തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അന്നഹു സ്വല്ലാ ബിഖൗമിൻ. ഒരിക്കൽ തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഒരു കൂട്ടർക്ക് ഇമാമായി നിസ്കരിച്ചു. ഫലമ്മ ഇൻസറഫ, അങ്ങനെ ഇമാമായി നിസ്കരിച്ചു കഴിഞ്ഞ് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ, അതായത് സ്ഥിരമായിട്ടുള്ള ഒരു ഇമാമല്ല, യാത്രയിലോ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഇമാമായി നിസ്കരിച്ചതാണ്. നിസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മഅ്മൂമിങ്ങളോട് പറഞ്ഞു, ഇന്നി നസീതു അൻ അസ്തമിറകും ഖബ്ല അൻ അതഖദ്ദം. ഞാൻ മറന്നുപോയി, നിങ്ങളോട് അനുവാദം ചോദിക്കാൻ, ഞാൻ ഇമാമായി നിൽക്കുന്നതിന് മുമ്പ് നിങ്ങളോട് അനുവാദം ചോദിക്കാൻ ഞാൻ വിട്ടുപോയി എന്ന് പറഞ്ഞു. അറളീതും ബിസലാത്തി, എന്റെ നിസ്കാരങ്ങൾക്ക് തൃപ്തിപ്പെട്ടില്ലേ? ഞാൻ ഇമാമായി നിന്ന് നിസ്കരിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചു. ഖാലു നഅം. അപ്പോൾ ഒപ്പമുള്ള ആളുകൾ പറഞ്ഞു, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. വമൻ യക്റഹു ദാലിക യാ ഹവാരിയ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹവാരിയായിട്ടുള്ള സ്വഹാബിയാണ് തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്. ആർക്കാണ് നിങ്ങൾ ഇമാം എന്നത് ഇഷ്ടക്കേടുണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളിൽ ഹവാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഹാബികളിൽ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുപ്പമുള്ള ശ്രേഷ്ഠതയുള്ള സ്വഹാബികൾക്കാണ് പറയുന്നത്. തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് നമുക്കറിയാം സ്വർഗാവകാശികളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 10 ആളുകളിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ നിങ്ങൾ ഇമാമെന്ന് ആർക്കാണ് ഇഷ്ടക്കേടുണ്ടാവുക? ഖാല, അപ്പോ തുൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യുമാ റജുലിൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ ലം തുജാവിദ് സ്വലാത്തുഹു ഉദ്നൈഹി. ആരെങ്കിലും ഒരാൾ ആ മഅ്മൂമിങ്ങൾക്ക്, ആ സമൂഹത്തിന്, ആ കൂട്ടർക്ക് ഇഷ്ടമില്ലാതെ അവരുടെ ഇമാമായി നിന്ന് നിസ്കരിക്കുകയാണ് എങ്കിൽ അവന്റെ നിസ്കാരം അവന്റെ ചെവിയുടെ മുകളിൽ, അല്ലെങ്കിൽ അത് അള്ളാഹുവിലേക്ക് അതിന്റെ പരിപൂർണതയിൽ ആ നിസ്കാരം ഉയരുകയില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. അപ്പൊ അതായത് ഒരു സമൂഹത്തിന് ഇമാമായി നിസ്കരിക്കുകയാണെങ്കിൽ അത് ആ കൂട്ടർക്ക് തൃപ്തിയോടുകൂടി വേണം നിസ്കരിക്കാൻ. ഇപ്പോൾ 2 രീതിയിലാണ് ഇമാം ഉണ്ടാവുക. ഒന്നെങ്കിൽ ഒരു വലിയുൽ അംർ അല്ലെങ്കിൽ മസ്ജിദിന്റെ ഉത്തരവാദിത്തമുള്ള ആള് സ്ഥിരമായി നിർണയിച്ചിട്ടുള്ള ഒരു ഇമാം ഉണ്ടാകും. അങ്ങനെയുള്ള ആളോട് ജനങ്ങൾക്ക് വെറുപ്പുണ്ടാകാൻ പാടില്ല. ഇനി ഉണ്ടാകുകയാണെങ്കിൽ ഏത് കാരണങ്ങളായിരിക്കണം? ശർഈ ആയിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക ബിദ്അത്ത് ചെയ്യുന്ന ആളോ, അല്ലെങ്കിൽ താടി വടിക്കുന്ന ആളോ, അല്ലെങ്കിൽ നിസ്കാരം വേഗത്തിൽ നിസ്കരിക്കുന്ന ആളോ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന രീതിയിൽ വളരെ ദീർഘിപ്പിച്ച് നിസ്കരിക്കുന്ന ആളോ, അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടേ പറ്റുള്ളൂ. അതല്ലാതെ സ്ഥിരമായി ഒരു ഫിക്സ്ഡ് ഇമാം അല്ലാതെ ആരെങ്കിലും ഒരാൾ ഒരു സമൂഹത്തിന് ഇമാമ് നിൽക്കണമെങ്കിൽ അത് ആ സമൂഹത്തിന് വെറുപ്പില്ലാത്ത അവരുടെ തൃപ്തിയോടുകൂടി വേണം നിൽക്കാൻ. അതല്ലെങ്കിൽ അവന്റെ നിസ്കാരം അള്ളാഹുവിലേക്ക് ഉയരുകയില്ല എന്നുള്ളത്. മറ്റൊരു ഹദീസ് ഇതേ ആശയത്തെ അറിയിക്കുന്നത് വഅൻ അതാ ഇബ്നു ദീനാർ അൽ-ഹുദ്രി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തലാസത്തുൻ ലാ യഖ്ബലു അല്ലാഹു മിൻഹും സലാത്ത്. 3 ആളുകൾ അവരുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. വലാ തസ്അദു ഇല സമാ, അത് ആകാശത്തിലേക്ക് ഉയരുകയില്ല. വലാ തുജാവിസു റൂസഹും, അത് അവരുടെ തലക്ക് മുകളിൽ ഉയരുകയില്ല. റജുലുൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ, ഒരു കൂട്ടർക്ക് ഒരാൾ ഇമാമായി നിൽക്കുകയാണ്, പക്ഷെ ആ ആളുകൾക്ക് ഇയാൾ ഇമാമായി നിൽക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ നിസ്കാരം അള്ളാഹുലേക്ക് ഉയരുകയില്ല. വറജുലുൻ സ്വല്ലാ അലാ ജനാസത്തിൻ വലം യുഅ്മർ, ഒരു ജനാസക്ക് അഥവാ ഒരു മയ്യത്ത് നിസ്കാരത്തിന് ആ മയ്യത്തിന്റെ വലിയകളുടെ അനുവാദമില്ലാതെ ഒരാൾ ഇമാമായി നിന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം അവന്റെ ഉയരുകയില്ല. വംറഅത്തുൻ ദഅാഹാ സൗജുഹാ മിനൽ ലൈലി ഫഅബത് അലൈഹി, ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് അവളെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചിട്ട് ന്യായമായ ഉദ്റൊന്നുമില്ലാതെ ആ ക്ഷണം സ്വീകരിക്കാതെ പോകാതിരിക്കുന്ന, അതിൽ നിന്ന് എതിർത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ നിസ്കാരവും അള്ളാഹുവിലേക്ക് ഉയരുകയില്ല എന്ന് കാണാം.
ഈ ബാബിലെ അവസാനത്തെ ഹദീസ്. وعن أبي أمامة رضي الله عنه قال قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ തുജാവിസു സ്വലാത്തുഹും ആദാനഹും, 3 കൂട്ടർ അവരുടെ നിസ്കാരം അല്ലാഹുവിലേക്ക് ഉയരുകയില്ല. അൽ അബ്ദുൽ ആബിഖു ഹത്താ യർജിഅ, ഒരടിമ അവന്റെ യജമാനന്റെ കീഴിൽ നിന്ന് അനുവാദമില്ലാതെ ഓടിപ്പോകുന്ന, അതാണ് അബ്ദുൽ ആബിഖ് എന്ന് പറഞ്ഞാൽ. ആ ഓടിപ്പോകുന്ന അടിമ മടങ്ങി വരുന്നത് വരെ അവന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല. വംറഅത്തുൻ ബാതത് വസൗജുഹ അലൈഹാ സാഖിതുൻ, ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് അവളുടെ മേലെ കോപിച്ചുകൊണ്ട് രാത്രി ചെലവഴിക്കുന്ന അവസ്ഥയാണ് എങ്കിൽ, അഥവാ അവൾ നേരത്തെ പറഞ്ഞ പോലെ അവൾ ക്ഷണിച്ചിട്ട് വന്നില്ല, അങ്ങനെ ഭർത്താവിന്റെ കോപത്തിന് അർഹയായിട്ട് ഒരു സ്ത്രീ രാത്രി കഴിയുകയാണെങ്കിൽ അവളുടെ നിസ്കാരം അല്ലാഹുവിലേക്ക് ഉയരുകയില്ല. വ ഇമാമു ഖൗമിൻ വഹും ലഹു കാരിഹൂൻ, ഒരു കൂട്ടർ അവർക്ക് വെറുപ്പോടുകൂടി, അവർക്ക് ഇഷ്ടമില്ലാതെ തൃപ്തിയില്ലാതെ ഇമാമ് നിൽക്കുന്ന ഒരാളുടെ നിസ്കാരവും ഉയരുകയില്ല. അപ്പൊ ഇമാമ് നിൽക്കുന്ന, അഥവാ സ്ഥിരമായിട്ടുള്ള ഒരു ഇമാമല്ല, അതല്ലാതെ തരത്തിൽ ഇമാമ് നിൽക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടർക്ക് ഇമാമായി നിസ്കരിക്കുകയാണെങ്കിൽ അത് ആ കൂട്ടരുടെ തൃപ്തിയോടുകൂടി ആയിരിക്കണം. അവരുടെ ഇഷ്ടക്കേടുകൂടി ഇമാമ് നിൽക്കുക എന്നുള്ളത് നിസ്കാരം സ്വീകരിക്കാതിരിക്കാൻ, അല്ലാഹുവിലേക്ക് ഉയരാതിരിക്കാൻ കാരണമാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.